ഹേ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ലൊരു ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. അപ്പോൾ ട്രെൻഡിങ്ങൊക്കെ കഴിഞ്ഞു, എന്നാലും പക്ഷേ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ട്രൈ ചെയ്തതായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം കേട്ടോ. അതിലേക്ക് കൊണ്ട് ഞാനിവിടെ അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം മൈദ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടി ഒരു അരിപ്പയിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് അരിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 ടീസ്പൂണ് വാനില എസൻസും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗൊക്കെ ഇവിടെ നല്ലതുപോലെ അടിപൊളിയായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഹാൻഡ് മിക്സറിൻ്റെ ആവശ്യമില്ല കേട്ടോ, അത് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച മൈദൻ്റെ മിക്സില്ലേ, അതും പാലും കൂടി ഒഴിച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി കേക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഇതുപോലത്തെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അടിയിൽ ഒരു പാന് അതിൻ്റെ മേലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കേക്ക് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കേക്ക് ചോക്ലേറ്റ് സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഒരു പണി പറ്റി ചോക്ലേറ്റ് ഇതെടുത്തത് ഭയങ്കര ഒരു കയ്പുള്ള തരത്തിലുള്ള ചോക്ലേറ്റ് ആട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ ഏകദേശം 1 കപ്പോളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പോളം വിപ്പിംഗ് ക്രീമും ഒരു കഷ്ണം ബട്ടറും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കപ്പിലും അധികം എടുത്തിട്ടുണ്ട്. ഒരു കപ്പും 1.5 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കട്ടെ. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഈ ക്രീമിൽ തീരെ മധുരമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ക്രീമൊക്കെ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽട്ടാക്കി വെച്ച ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഡ്രീം കേക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഇതേപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച കേക്ക് കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാലും പിന്നെ മിൽക്ക് മെയ്ഡും ചേർത്ത മിശ്രിതാട്ടോ അത് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അതിലേക്ക് നല്ലോണം വെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ കേക്കിന്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് നല്ലതുപോലെ സ്പ്രെഡാക്കിയ ശേഷം അതിലേക്ക് വൈറ്റ് ഗനാഷിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വൈറ്റ് ചോക്ലേറ്റിൻ്റെ. അത് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് റെഡിയാക്കിയ ശേഷം അതിൻ്റെ മേലേക്ക് ഒന്ന് ഡാർക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ഡാർക്ക് ചോക്ലേറ്റില്ലേ, അതിൻ്റെ ബാക്കിയുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം കേട്ടോ.
ഇനി അടുത്തതായിട്ട് മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് വിപ്പിംഗ് ക്രീമോ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. അത് പ്ലെയിനായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ലെയറായിട്ടാണ് കേട്ടോ ഡ്രീം കേക്കിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഒന്ന് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കൊക്കോ പൗഡറും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം മുകളിൽ. അതും കൂടി കഴിഞ്ഞ ശേഷം ഇതൊന്ന് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇവിടെ ഡ്രീം കേക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൽ ചെറിയ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. എടുത്ത വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ ലാസ്റ്റ് ഒഴിച്ച ആ ഒരു മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഇത് കുറച്ച് കട്ടി കൂടിപ്പോയി, അത് ജസ്റ്റ് തിന്നാക്കിയിട്ട് ഒഴിക്കണമായിരുന്നു. പിന്നെ പറഞ്ഞില്ലേ, ഡാർക്ക് ചോക്ലേറ്റ് എടുത്തത് ഭയങ്കര കയ്പുള്ളതായി, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും കേക്ക് സൂപ്പറാട്ടോ, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ എങ്ങനെയുണ്ട്. ഇതിൽ ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞതാണ്, എന്നാലും ഒന്ന് കഴിക്കാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ല വീഡിയോസുമായി വരുന്നതുവരേക്കും കാണാം. ബൈ.